ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. അജയ് എന്തു പറയുമെന്ന് ആലോചിച്ചു നിന്നു. ഒരിക്കലും സത്യം പറയാൻ പാടില്ല. കള്ളം പറഞ്ഞാണ് ഇവിടെ വന്നതെന്ന് ഇവർ അറിയും. അഭയം തന്ന ഗോപാലിനും കുടുംബത്തിനും അത് പ്രശ്നമുണ്ടാക്കും. അത് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്. ബാബ എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവളെയും കൊണ്ട് വീട് വിട്ടിറങ്ങിയതാ. അജയ് വായി തോന്നിയത് തട്ടിവിടുമ്പോൾ ഒന്നും അറിയാത്ത അമ്മു അവൻ മറ്റെന്തോ സംസാരിക്കുകയാണെന്ന് കരുതി തലകുലുക്കി നിൽക്കുന്നുമുണ്ട്. കുട്ടി കേരളത്തിലുള്ളതാണല്ലേ? അതെ. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളുടെ വിവാഹം എല്ലാ ചടങ്ങുകളോടെയും കൂടെ ഞങ്ങൾ നടത്തും. വീട്ടുകാരോട് ഞാൻ സംസാരിച്ചു കൊള്ളാം. ഗ്രാമമുഖ്യൻ അജയുടെ ചുമലിൽ തട്ടി പറഞ്ഞു. ഗോപാൽ, നാളെ ഇവരുടെ ഹൽദിയാണ്. അതിന്റെ ഒരുക്കങ്ങൾ തുടങ്ങണം. പെൺകുട്ടി ഇവിടെ നിൽക്കട്ടെ. വിവാഹം കഴിയുന്നതുവരെ പയ്യൻ എൻ്റെ വീട്ടിൽ നിൽക്കട്ടെ. ഇവിടുത്തെ ആചാരം പോലെ എല്ലാം നടക്കണം. കുറച്ചു കഴിഞ്ഞ് പയ്യനെ അങ്ങോട്ട് കൊണ്ടുവരണം. ഗോപാൽ തലകുലുക്കി. പരിവാരങ്ങളോടൊപ്പം അയാൾ തിരിച്ചു പോയപ്പോൾ അജയ് നഖം കടിച്ച് വിളറി വെളുത്ത് നിന്നുപോയി. മേഘേ, താൻ വന്നേ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അജയ് അമ്മുവിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് പോയി. എന്തൊക്കെയാ അജയ് ഇവിടെ സംഭവിക്കുന്നത്? വിവാഹമോ? അജയ് കാര്യങ്ങളെല്ലാം അമ്മുവിനോട് പറഞ്ഞപ്പോൾ അവൾ പകപ്പോടെ അജയ്യെ നോക്കി ചോദിച്ചു. ഭാഷ അറിയാത്തതുകൊണ്ട് പലതും നിനക്ക് മനസ്സിലാവാത്തതാ. നമ്മൾ ഒരേ കമ്പനിയിൽ ജോലി ചെയ്യുന്നവരാണെന്നും അവിടെ വെച്ച് നമ്മൾ ഇഷ്ടത്തിലായെന്നും വീട്ടിലെതിർപ്പായതുകൊണ്ട് ഒളിച്ചോടി ഇവിടെ വന്നതാണെന്നുമാണ് ഇവിടെയുള്ളവരോട് ഗോപാൽ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അജയ്, സത്യങ്ങളെല്ലാം ഇവരോട് തുറന്നു പറഞ്ഞാൽ നമ്മളെ ഇവർ സഹായിക്കില്ലേ? നിനക്ക് തോന്നുന്നുണ്ടോ മേഘേ, ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ചിട്ട് കൂടുതൽ കുഴപ്പങ്ങളിലേക്കേ പോകൂ. താൻ റെഡ് സ്ട്രീറ്റിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയാണെന്ന് ഇവരോടൊക്കെ പറഞ്ഞാൽ തന്നെ മറ്റൊരു കണ്ണിലൂടെ അവർ കാണൂ. അതുമാത്രവുമല്ല, ഇവിടെയുള്ള ആരെങ്കിലും അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അത് കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് പോകും. അമ്മു തളർച്ചയോടെ ഇരുന്നു പോയി. അജയ് അവൾക്കടുത്തേക്ക് വന്ന് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചു. ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. തൽക്കാലം ഇവർ പറയുന്നതിനൊക്കെ നമുക്ക് നിന്നു കൊടുക്കാം. ഒരു നാടകം പോലെ. ഇത് സിനിമയും സീരിയലും ഒന്നുമല്ല അജയ്, ജീവിതമാ. പച്ചയായ ജീവിതം. എന്തൊക്കെ പറഞ്ഞാലും വിവാഹം വിവാഹം തന്നെയാ. അതിനൊരു പവിത്രതയുണ്ട്. ഏതൊരു പെണ്ണിനെ പോലെയും എനിക്കുമുണ്ട് വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ. കൊച്ചേട്ടനെ അറിയിക്കാതെ, ആരും അറിയാതെ ഒരു കല്യാണം എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഞാൻ ഇതിന് കൂട്ടു നിൽക്കില്ല അജയ്, അമ്മു ദേഷ്യത്തിൽ പറഞ്ഞപ്പോൾ അജയ് അവളെ നോക്കി. എങ്കിൽ ഈ കല്യാണം ഒറിജിനലാണെന്ന് തന്നെ കൂട്ടിക്കോ. എനിക്ക് തന്നെ വിവാഹം കഴിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല. തൻ്റെ കൊച്ചേട്ടൻ മഷിയിട്ട് നോക്കിയാൽ പോലും എന്നെപ്പോലൊരു നല്ല വൈനെ കിട്ടില്ല. ഷർട്ടിൻ്റെ കോളർ പിടിച്ചു പൊക്കിക്കൊണ്ട് ഗമയോടെ അജയ് പറഞ്ഞപ്പോൾ അമ്മു അവനെ കൂർപ്പിച്ചു നോക്കി. അയ്യടാ, നേരത്തെ എന്താ പറഞ്ഞത്? കെട്ടാൻ പറ്റിയ മുതലെന്ന്. ഇപ്പം പറയുന്നത് കെട്ടിക്കോളാമെന്ന്. എടോ, ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ. എന്തായാലും എനിക്കും തനിക്കൊരു ജീവിതം വേണം. നമ്മളിപ്പോൾ ഒന്നിച്ച് മിസ്സായെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. തിരികെ പോയാലും നമ്മളെപ്പറ്റിയും തന്നെപ്പറ്റിയും പല അപവാദവും പറഞ്ഞെന്നിരിക്കും. നാളെ മറ്റൊരാൾ തന്നെ വിവാഹം കഴിച്ചാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നെ കുത്തി നോവിച്ചുകൊണ്ടിരിക്കും. 3 ദിവസം ഒരാണിനൊപ്പം കാണാതായ ഒരു പെണ്ണിൻ്റെ ഭാവി ജീവിതം എന്താവും താൻ ഓർത്തിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, എനിക്ക് നല്ലൊരു പെണ്ണിനെ കിട്ടുമോ? ഇതാകുമ്പോൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കാര്യം കഴിയും. നാളെ അപരിചിതനായ ഒരു വ്യക്തി വിവാഹം കഴിച്ച് അവൻ്റെ ആട്ടും തുപ്പും കേട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ പരസ്പരം അടുത്തറിയാവുന്ന നമ്മൾ ഒന്നിക്കുന്നത്? തനിക്ക് ഒരു ലവ് ഫെയിലിയർ ഉണ്ട്, എനിക്കും ഉണ്ട്. തന്നെ എൻ്റെ വീട്ടുകാർക്കും ഒരുപാട് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് നിളമോൾക്ക്. ഇതാവുമ്പോൾ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ തൻ്റെ ചേട്ടൻ്റെ കാര്യം, പുള്ളിയും പോസിറ്റീവായി എടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. പെങ്ങൾക്ക് ഇത്രയും നല്ല അളിയെ എവിടെ കിട്ടും? അമ്മു അവനെ വാ തുറന്ന് നോക്കിപ്പോയി. ബുദ്ധി വിമാനം തന്നെ. ഏതുവരെ ചിന്തിച്ചെത്തി. ആള് കൊള്ളാലോ. കിട്ടിയ അവസരം മുതലാക്കി കള്ളൻ. അമ്മു പല്ല് കടിച്ചു പറഞ്ഞപ്പോൾ അജയ് 32 പല്ലും കാണിച്ച് ചിരിച്ചു. അപ്പോൾ എങ്ങനെയാ, ആഘോഷം തുടങ്ങുകയല്ലേ? ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്കിനി ഓടാൻ വയ്യ. കല്യാണമെങ്കിൽ കല്യാണം, ഞാൻ അവർക്കൊപ്പം പോവാം. ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുമല്ലോ അല്ലേ? അതുവരെ അവനോട് കലഹിച്ച് നിന്നവൾ അവൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ മുഖമായി. ഞാനിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, ചേച്ചിയുണ്ട്, മക്കളുമുണ്ട്. അവരൊക്കെ നിന്നോട് വലിയ കൂട്ടല്ലേ? പക്ഷെ അവർ പറയുന്നത് എനിക്കറിയില്ലല്ലോ. ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച ഫോണുമില്ല. അജയ് അവളെ നോക്കി. ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ. അജയ് എഴുന്നേറ്റ് പോയപ്പോൾ അമ്മു അവനെ തന്നെ നോക്കിയിരുന്നു. അവൾക്കപ്പോൾ ഹരിയെ ഓർമ്മ വന്നു. ഹരിക്ക് എപ്പോഴും താൻ വിധേയത്വം കാണിക്കണമെന്നായിരുന്നു. 3 ദിവസം കൂടെയുണ്ടായിട്ടും യാതൊരു മോശം പെരുമാറ്റവും അജയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. സ്വന്തം ജീവൻ പോലും അപകടത്തിലായിട്ടും തന്നെ സുരക്ഷിതയാക്കിയവനാണ്. ഇവിടുന്ന് പുറത്തു കിടക്കണമെങ്കിൽ അജയ് പറയുന്നത് അനുസരിച്ചേ പറ്റൂ. ഒരിക്കൽ പ്രണയം കൊണ്ട് മുറിവേറ്റ മനസ്സാണ്. ഇനി അവിടെ ഒരു പ്രണയം കടന്നു വരുമോ?
എന്നറിയില്ല. ഒരു പക്ഷേ തന്നെ ഇന്ന് ഈ ലോകത്ത് കൊച്ചേട്ടന് ശേഷം സംരക്ഷിക്കുന്ന പുരുഷൻ അജയാണ്. ആരും ഇങ്ങനെ ജീവൻ കളഞ്ഞു കൂടെ നിൽക്കാനും കാവൽ നിൽക്കാനും ശ്രമിക്കില്ല. ക്രിമിനൽസിനോടും പോലും തല്ലുണ്ടാക്കി. ഇഷ്ടമില്ലെങ്കിലും ഇവിടുത്തെ ഭക്ഷണം നിവർത്തികേട് കൊണ്ട് കഴിക്കുന്നത് കണ്ടു. അസ്വസ്ഥത തോന്നിയിട്ടും വസ്ത്രം മാറ്റാനില്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടു. എല്ലാം അവൻ സഹിക്കുന്നത് തനിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ ഇതാ സ്വന്തം ജീവിതത്തിൽ കൂടി ക്ഷണിച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ലല്ലോ, അജയ്ക്കും ഉണ്ടാവില്ലേ വിവാഹത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ. താനായിട്ട് എതിര് നിൽക്കില്ല. ഏട്ടൻ്റെ അടുത്ത് എത്തിയിട്ട് ഏട്ടൻ തീരുമാനിക്കട്ടെ. എന്നെപ്പോലെ ഒരാളെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ട ഗതികേട് അജയ്ക്കില്ല. അമ്മു ഓരോന്നിരുന്ന് ഓർത്തപ്പോൾ അജയ് അവളുടെ അടുത്ത് വന്നിരുന്നു. നടക്കില്ല മോളെ, ഇവിടുത്തെ ആചാരം അങ്ങനെയാണ് പോലും. കല്യാണത്തിന് മുൻപ് ആണും പെണ്ണും ഒരു വീട്ടിൽ നിൽക്കാൻ പാടില്ലത്രേ. ഞാൻ മാത്രമല്ല, എനിക്ക് കൂടിന് ഗോപാലചേട്ടൻ വരുന്നുണ്ട്. രാശ്രീ ചേച്ചി നിന്നെ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോടൊരു ഡയലോഗും. അമ്മു അവനെ പുരികമുയർത്തി നോക്കി. എന്ത് ഡയലോഗ്? അജയ് താടിയിൽ കൈകൊണ്ട് ഉഴിഞ്ഞ് കള്ളച്ചിരിയോടെ അവളെ നോക്കി. ഇന്നൊരു ദിവസം ക്ഷമിക്കിച്ചക്ക, നിന്റെ പെണ്ണി ആരും അടിച്ചോണ്ട് പോവില്ല. ഒരു രാത്രിയല്ലേ മാറി നിൽക്കുന്നതെന്ന്. അമ്മു അവനെ നോക്കി പല്ല് കടിച്ചു. നീ എന്തിനാ എന്നെ നോക്കി പല്ല് കടിക്കുന്നേ? പോയി ചേച്ചിയോട് ചോദിക്ക്. ഹിന്ദി അത്രയും വശമില്ലാത്ത ഞാൻ പോയി എന്ത് ചോദിക്കാനാ? അജയ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തായി നിലത്തു മലർന്നു കളഞ്ഞു. ആ ചിരി ഒരു പുഞ്ചിരിയായി അമ്മുവിൻ്റെ ചുണ്ടിലും വിടർന്നു. കിച്ചു, അജയ് ഇതൊരു വിളിച്ചില്ലല്ലോ. 6 മണി കഴിഞ്ഞില്ലേ? ഇവൻ്റെ ഫോൺ ഇപ്പോഴും സ്വിച്ച് ഓഫ് ആണ്. ബാൽക്കണിയിൽ നിൽക്കുകയായിരുന്ന കിച്ചുവിനോട് രാകേഷ് ചോദിച്ചു. എനിക്കൊന്നും അറിയില്ലടാ, അവരെത്തേണ്ട സമയം കഴിഞ്ഞു. ഇനി അവർക്കെന്തെങ്കിലും അപകടം പറ്റി കാണുമോ? എൻ്റെ നെഞ്ചാകെ പൊട്ടുന്നടാ. കിച്ചു പൊട്ടിക്കരഞ്ഞപ്പോൾ രാകേഷ് അവനെ ചേർത്ത് പിടിച്ചു. കിച്ചുവിൻ്റെ അതേ ആദി രാകേഷിനും ഉണ്ടായിരുന്നു. അജയെ മാസങ്ങളോളം കാണാതിരുന്നിട്ടും തോന്നാത്ത പേടിയാണ് ഇപ്പോൾ. അമ്മുവിനെ അന്വേഷിക്കുന്ന നിളമോളുടെ കണ്ണുകളും അജയെ കാണാതെ വിഷമിക്കുന്ന അമ്മയുടെ വേദനയും ഓർത്ത് രാകേഷിൻ്റെ ഉള്ളൊന്ന് കാളി. എവിടെ പോയാലും തിരികെ വരാൻ അജയ്ക്കറിയാം. പക്ഷേ ഇപ്പോൾ രാഖി ബെഡിലിരുന്നപ്പോൾ ഹരി അവളുടെ മടിയിൽ തലവെച്ച് കിടന്നു. രാഖി പകപ്പോടെ അവനെ നോക്കി. അവൻ രാഖിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഞാൻ അവളോട് പൊറുക്കാനാകാത്ത തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ അതൊക്കെ ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട്. അമ്മുവിന് എന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ രാഖി? നീ എന്നെ അവഗണിച്ചപ്പോഴാണ് അവഗണനയുടെ വേദന ഞാൻ തിരിച്ചറിയുന്നത്. അവൾ തിരിച്ചു വരുമ്പോൾ എനിക്ക് അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം. അവൾ ക്ഷമിച്ചു എന്നൊരു വാക്ക് പറഞ്ഞാൽ മതി എൻ്റെ സങ്കടം കെട്ടടങ്ങാൻ. നിന്നോടൊപ്പം ഒരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നു രാഖി. പക്ഷെ കുറ്റബോധം കൊണ്ട് ഞാൻ ഉരുകുകയാണ്. ഹരി പൊട്ടിക്കരഞ്ഞപ്പോൾ രാഖി ഒന്നും മിണ്ടാതെ അവനെ നോക്കിയിരുന്നു. അവൾ ക്ഷമിച്ചാൽ മാത്രം പോരെ ഹരി, നീ എൻ്റെ പഴയ ഹരിയാകണം. നീ എൻ്റെ ഉള്ളിൽ ഇപ്പോഴുമുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം ഹരി സമാധാനമായി ഉറങ്ങിയത് രാഖിയുടെ മടിത്തട്ടിലായിരുന്നു. അവനെ ഉണർത്താതെ രാഖിയും അങ്ങനെയിരുന്നു. അവരെ വിളിക്കാൻ വന്ന സുലോചന ആ കാഴ്ച കണ്ട് മനസ്സ് നിറഞ്ഞ് തിരിച്ചുപോയി. അമ്മുവിൻ്റെ ഫോട്ടോ കയ്യിൽ പിടിച്ച് അവൾ എവിടെയെന്ന് കൈമലർത്തി കിച്ചുവിനോട് ചോദിക്കുകയായിരുന്നു നിളമോള്. കിച്ചു കണ്ണു നിറച്ച് അവളെ നോക്കി. മോൾക്ക് ഐസ്ക്രീം വാങ്ങാൻ പോയിരിക്കുക, വരും. അജയെയും അവൾ തിരക്കുന്നുണ്ട്. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് ശില്പയെ അവളെ കുറുക്ക് കൊടുക്കാൻ കൊണ്ടുപോയി. കാത്തിരിക്കുന്നവരുടെ വേദന അറിയാതെ അമ്മുവും അജയും ഹൽദിക്കായുള്ള ഒരുക്കത്തിലായിരുന്നു. മഞ്ഞപ്പൂക്കൾ കൊണ്ട് അലങ്കരിച്ച ഒരു ചെറിയ വേദിയിൽ നടുവിലായി മറച്ചു കെട്ടിയിരിക്കുന്ന ഒരു തുണിയുടെ അപ്പുറവും ഇപ്പുറവും പരസ്പരം കാണാനാകാത്ത രീതിയിൽ അമ്മുവിനെയും അജയെയും ഇരുത്തിയിരിക്കുകയായിരുന്നു. പുരുഷന്മാർ അജയുടെ വശത്തും സ്ത്രീകൾ അമ്മുവിൻ്റെ വശത്തുമുണ്ട്. ഗുജറാത്തിയിലുള്ള പാട്ടും കളിയും ഒക്കെ അവർ പാടി കളിക്കുന്നുമുണ്ട്. അമ്മുവിൻ്റെ കവിളിലും കാൽപാദത്തിലും കൈകളിലും കറുകപ്പുല്ലുകൊണ്ട് മഞ്ഞൾ തേച്ച് കൊടുക്കുന്നുണ്ട്. അജയുടെ കവിളിലും കൈകളിലും മഞ്ഞൾ തേച്ചിട്ട് നടുവിലെ തുണി അവർ അഴിച്ചുമാറ്റി. അജയ് അമ്മുവിനെ നോക്കി. വല്ലാത്തൊരവസ്ഥയിൽ അവൾ ഇരിക്കുന്നത് അവൻ കണ്ടു. പായലും ജാൻവിയും അമ്മുവിനെ പിടിച്ചിളക്കി അവർക്കൊപ്പം നൃത്തം ചെയ്യാൻ വിളിക്കുന്നുണ്ട്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അമ്മു ഒടുവിൽ കളിക്കാമെന്ന് സമ്മതിച്ചു. പ്രേം രത്തൻ ധൻ പായോ എന്ന സിനിമയിലെ ജൽത്തെ എന്ന പാട്ടായിരുന്നു പ്ലേ ചെയ്തത്. അമ്മുവിൻ്റെ അസാമാന്യമായ മെയ്വഴക്കത്തിൽ അജയ് ലയിച്ചിരുന്നു പോയി. അവളുടെ ഓരോ ചലനങ്ങളും ഭാവങ്ങളും ഇതുവരെ കണ്ട അമ്മുവിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു. നൃത്തത്തിന്റെ അവസാനം കാലു തട്ടി വീഴാനാഞ്ഞ അമ്മുവിനെ അജയ് അരയിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി. ചുറ്റും കരഘോഷങ്ങൾ കേട്ടപ്പോഴാണ് അജയ് അവളെ നേരെ നിർത്തിയത്. എല്ലാവരും അമ്മുവിനോട് വന്ന് അഭിനന്ദനങ്ങൾ പറഞ്ഞു. എന്തൊരു ഡാൻസ് ആയിരുന്നടോ, കണ്ടിട്ട് കണ്ണെടുക്കാൻ തോന്നിയില്ല. ഈ കഴിവൊക്കെ തന്നെ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു? അജയ് അവളുടെ കാതോരം പറഞ്ഞപ്പോൾ അമ്മു പിടച്ചിലോടെ അവനെ നോക്കി.
അവൻ്റെ കണ്ണുകളിലെ ഭാവത്തിൽ താൻ തളരുന്നത് പോലെ ഇതുവരെ അവനെ കാണാത്ത മറ്റൊരു ഭാവം. ഭക്ഷണം കഴിക്കാനായി അവരെ കൂട്ടിക്കൊണ്ടുപോയി. ആഘോഷമൊക്കെ കഴിഞ്ഞ് അമ്മുവിനെ രാജശ്രീ വീട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ അജയെ ഗ്രാമമുഖ്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അജയ് മുറ്റത്തിട്ടിരുന്ന കയറുകൊണ്ട് വരിഞ്ഞ കട്ടിലിൽ കിടക്കുകയായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളും അർദ്ധചന്ദ്രനും തെളിഞ്ഞു നിൽപ്പുണ്ട്. തലയ്ക്ക് പിന്നിൽ കൈകെട്ടി അജയ് നക്ഷത്രങ്ങളെ നോക്കിക്കിടന്നു. അവന്റെ മനസ്സിൽ അമ്മുവിന്റെ മുഖം തെളിഞ്ഞു വന്നു. ഇന്നത്തെ അവളുടെ ലാസ്യ നൃത്തം ഇപ്പോഴും കണ്ണുകളിൽ നിന്ന് മാഞ്ഞു പോവാത്തതുപോലെ അവന് തോന്നി. നിന്നോടെനിക്ക് എന്തോ തോന്നുന്നുണ്ട് മേഘ. വിധി നമ്മളെ കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയാണോ ഈ പ്രതിസന്ധി ഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയത്? നീ എൻ്റെ കൂടെയില്ലാത്ത ഈ നിമിഷം ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യുന്നത് പോലെ. ആകാശത്ത് മിന്നിത്തെളിയുന്ന ഈ നക്ഷത്രങ്ങളെ പോലെ നിന്റെ ഇടതുമൂക്കിലെ ആ മൂക്കുത്തി ഈ രാത്രി തിളങ്ങുന്നുണ്ടാവും അല്ലേ? അജയ് സ്വയം ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റിരുന്ന് തലയ്ക്ക് കൊട്ടി. ഞാൻ എന്തൊക്കെ ഈ ആലോചിച്ചു കൂട്ടുന്നത്? ഈ അടയ്ക്കാക്കുരുവി ഇതുവരെ പറഞ്ഞ് എൻ്റെ 16 അടി നടത്തും. അജയ് സ്വയം ചിരിച്ചുപോയി. നാളെ തങ്ങളുടെ വിവാഹമാണെന്നോർക്കെ അവൻ്റെ ഉള്ളൊന്ന് കാളി. ദൈവമേ, അവളുടെ ഏട്ടങ്കാലൻ എൻ്റെ നെഞ്ചത്ത് റീത്ത് വെക്കാതിരുന്നാൽ മതി. അജയ് നഖം കടിച്ചിരുന്നപ്പോൾ ഒരു കുട്ടി ഫോണുമായി ഓടി വന്നു. ഭയ്യ, ഇത് ബാബയുടെ ഫോണാ. ഭയ്യയ്ക്ക് ആരെയും വിളിക്കണമെന്ന് പറഞ്ഞില്ലേ? ഇവിടെ റേഞ്ച് ഇപ്പോൾ കിട്ടും. ഇപ്പോൾ വിളിച്ചാൽ കിട്ടും കേട്ടോ. അവൻ ഓടിപ്പോയപ്പോൾ അജയ് ഫോണിലേക്ക് നോക്കിയിരുന്നു. ഇത്രയും സമയം നാട്ടിൽ വിളിക്കാനായിരുന്നു ധൃതി. പക്ഷേ ഇപ്പോൾ വിളിച്ച് എന്താണ് പറയുക? സത്യം തുറന്നു പറഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ അവർ അവിടുന്ന് തിരിച്ചാലും നാളെ വിവാഹം കഴിഞ്ഞേ ഇവിടെ എത്തുകയുള്ളൂ. അജയ് എന്തു പറയുമെന്ന് ആലോചിച്ചിരുന്നു. ഒടുവിൽ രാകേഷിൻ്റെ നമ്പർ ഡയൽ ചെയ്ത് വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ കാതോട് ചേർത്തു. രാത്രി കിച്ചുവിനോടൊപ്പം ഇരുന്നപ്പോഴാണ് രാകേഷിൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ ഹലോ ഏട്ടാ, ഇത് ഞാനാ അജയ്. രാകേഷ് ആശ്വാസത്തോടെ കിച്ചുവിനെ നോക്കി. അജയ്, നീ എന്താ വിളിക്കാത്തേ? നിങ്ങളിപ്പോൾ എവിടെയാ? എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി ഏട്ടാ. അത് ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഫോൺ സ്പീക്കറിലിട്ടിരുന്നാൽ കിച്ചു മുഖം ചുളിച്ച് രാകേഷിനെ നോക്കി. ഹാളിലിരുന്ന ഹരിയും രാഖിയും അവരുടെ സംഭാഷണം കേട്ട് എഴുന്നേറ്റ് വന്നു. എന്താ പറ്റിയത്? അത് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ കയറിയ ലോറി ഗുജറാത്തിലേക്കുള്ള ലോഡ് കൊണ്ടുപോയ ലോറിയായിരുന്നു. വണ്ടിയിലിരുന്ന് ഉറങ്ങിപ്പോയതിനാൽ ഞങ്ങൾ ഗുജറാത്തിലാണ് എത്തിയത്. കിച്ചു കൈ നെറ്റിയിലടിച്ച് കുനിഞ്ഞിരുന്നു. രാകേഷ് പകപ്പോടെ ഇരുന്നു പോയി. ഹരി നിരാശയോടെ രാഖയെ നോക്കി. നീ എന്താടാ പറയുന്നേ? നിനക്കെന്താ ബോധമില്ലേ? ഇത്രയും കിലോമീറ്റർ ദൂരം നിങ്ങൾ ഉറങ്ങിപ്പോയോ? ജീവൻ കയ്യിൽ പിടിച്ചൊരു പെണ്ണിനെയും കൊണ്ട് ഓടിയതാ ഞാൻ. കൊല്ലാൻ വരുന്നവർ പിന്നാലെ. വിശപ്പും ദാഹവും കാരണം ശരീരത്തിൻ്റെ തളർച്ച വേറെ. അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി. പക്ഷേ എത്തിയത് ഗുജറാത്തിലെ നന്ദി ഗ്രാമത്തിൽ. രാകേഷിന് മറുപടി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. രാകേഷിൽ നിന്നും ഫോൺ വാങ്ങി കിച്ചു അവനോട് സംസാരിച്ചു. നിങ്ങളിപ്പോൾ എവിടെയാ അജയ്? അവിടെ സുരക്ഷിതയാണോ? കുഞ്ഞോളെവിടെ? ഞങ്ങളിവിടെ സുരക്ഷിതരാണ് ഏട്ടാ. ഞാൻ അഡ്രസ്സ് പറഞ്ഞു തരാം. നിങ്ങൾ നാളെ തന്നെ ഇങ്ങോട്ട് വരുമോ? ഇനിയും അവളെ കൊണ്ടുപോടാൻ ഇന്നും എനിക്ക് വയ്യ. 2 ദിവസമായി ഞങ്ങൾ അത്രയ്ക്ക് നരകിച്ചു. ഇപ്പോൾ ഞങ്ങളുള്ളത് ചന്ദ്രൻപൂർ എന്ന ഗ്രാമത്തിലാണ്. ഇന്ന് തന്നെ ഏട്ടന്മാർ പുറപ്പെടണം. എങ്കിൽ നാളെ ഉച്ചയോടെ ഇവിടെ എത്തും. ഇവിടെ ഞങ്ങളെ ഗ്രാമത്തിലുള്ളവർ പൊന്നുപോലെ സംരക്ഷിക്കുന്നുണ്ട്. വരുമ്പോൾ നിങ്ങളെ കാത്തു മറ്റൊരു വാർത്ത കൂടി ഉണ്ടാവും. അപ്പോഴേക്കും റേഞ്ച് പോയി ഫോൺ കട്ടായിപ്പോയി. ഹലോ അജയ്, അജയ്. കിച്ചു വിളിച്ചിട്ടും അനക്കമൊന്നുമില്ലായിരുന്നു. ഏട്ടാ, നമുക്കിപ്പോൾ തന്നെ പോവാം. അവർക്കവിടെ എന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നു. ഹരി പറഞ്ഞപ്പോൾ അതാണ് തനിക്കും തോന്നുന്നതെന്ന് രാകേഷും പറഞ്ഞു. സച്ചിയെ വിളിച്ച് വിവരം പറഞ്ഞപ്പോൾ സച്ചി കൂടി അവരോടൊപ്പം പോകാമെന്ന് സമ്മതിച്ചു. സാവിത്രിയെയും രാഖയെയും രാകേഷിൻ്റെ ഫ്ലാറ്റിലാക്കിയിട്ടാണ് അവർ ഇറങ്ങിയത്. അമ്മു, അവളെ കിട്ടിയോ? മാധുരി പ്രതീക്ഷയോടെ കിച്ചുവിനോട് ചോദിച്ചു. ഞങ്ങൾ തിരികെ വരുമ്പോൾ ഞങ്ങൾക്കിപ്പോൾ അവളും അജയും ഉണ്ടാവും. സൂക്ഷിച്ചു പോയിട്ട് വരണേ, മാധുരി പറഞ്ഞപ്പോൾ കിച്ചു കണ്ണു ചിമ്മിക്കൊണ്ട് ലിഫ്റ്റിലേക്ക് കയറി. സച്ചിയുടെ ബൊലേറോയിലാണ് അവർ യാത്ര തിരിച്ചത്. സൂറത്തിൽ കുറച്ചുകാലം ജോലി ചെയ്തിരുന്നതിനാൽ സച്ചിക്ക് റൂട്ടെല്ലാം കൃത്യമായി അറിയാമായിരുന്നു. കിച്ചുവിൻ്റെ മനസ്സാകെ അസ്വസ്ഥമായിരുന്നു. അജയ് അവസാനം പറഞ്ഞ വാർത്ത എന്തായിരിക്കുമെന്നോർത്ത് അവൻ ആധിയായി. കഷ്ടകാലം തന്നെ. അല്ലെങ്കിൽ അവർ അങ്ങ് ഗുജറാത്തിലെത്തുമോ? അവർ സേഫ് ആണല്ലോ, അതല്ലേ ഇപ്പോഴത്തെ ആശ്വാസം. ഈ ചന്ദ്രൻപൂര് നല്ലൊരു ഗ്രാമമാണ്. അവിടെ എന്തായാലും അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഏതായാലും കാര്യങ്ങൾ ഇവിടെ വരെ ശുഭമായി എത്തിയല്ലോ. ഇനി അവരെ തിരികെ കൊണ്ടുവരണം, എത്രയും പെട്ടെന്ന്, സച്ചി പറഞ്ഞു. ഹരി കിച്ചുവിനെ നോക്കി. അവൻ്റെ മനസ്സിലെ നീറ്റിൽ അവന് നന്നായി മനസ്സിലാകുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരൻ താനാണല്ലോ എന്നോർത്ത് ഹരിയുടെ ഉള്ളിൽ നേറി. തറവാട്ടിൽ സുരക്ഷിതയായിരുന്ന അമ്മു ഇന്നൊരു ആണിനൊപ്പം അറിയാത്ത ഏതോ നാട്ടിൽ. തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അമ്മുവിന് ഉറക്കം വന്നില്ല. നാളെ തൻ്റെ വിവാഹമാണെന്നോർക്കെ അവൾ എഴുന്നേറ്റിരുന്നു. അജയ് ഒരു ധൈര്യമാണ്. ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കരുത്ത് അജയ്ക്കുണ്ട്. അവൻ്റെ ചൊടിപ്പിക്കുന്ന സംസാരവും മനഃപൂർവ്വം തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന സ്വഭാവവും ഓർത്ത് അമ്മുവിന് ചിരി വന്നു. അവനെ മിസ് ചെയ്യുന്നത് പോലെ. ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും?
ഉറങ്ങിക്കാണുമോ? പാവം, തനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. നന്നായി, സമാധാനത്തോടെ ഇറങ്ങിക്കോട്ടെ. കൊച്ചേട്ടനോടൊക്കെ ഇനി എന്തു പറയും? ഈ വിവാഹം അവർക്കൊക്കെ ഉൾക്കൊള്ളാനാകുമോ? അജയുടെ വീട്ടുകാർക്ക് തന്നോട് ദേഷ്യം തോന്നില്ലേ? അജയെ ഈ അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് താനല്ലേ? മകൻ്റെ വിവാഹത്തെപ്പറ്റി അവർക്കും സങ്കല്പങ്ങൾ ഉണ്ടാവില്ലേ? ആ സ്ഥാനത്ത് അനാഥയായി ഞാൻ ഓരോന്നാലോചിച്ച് അമ്മുവിന് തല പെരുത്തു. എന്തുവെന്നാലും നേരിടാമെന്ന തീരുമാനത്തോടെ അവൾ കണ്ണുകൾ അടച്ചു. പിന്നെ അവൾ ഉണർന്ന് രാവിലെ രാജശ്രീ തട്ടി ഉണർത്തുമ്പോഴായിരുന്നു. പല്ല് തേച്ച് കുളിച്ചിട്ട് വരാൻ രാജശ്രീ ആംഗ്യത്തിലൂടെയൊക്കെ പറഞ്ഞു കൊടുത്തു. അമ്മു തല കുലുക്കി. കുളി കഴിഞ്ഞു വന്നപ്പോൾ രാജശ്രീ അമ്മുവിന് ഭക്ഷണം വാരിക്കൊടുത്തു. അമ്മു കണ്ണ് നിറച്ചു നോക്കി. രാജശ്രീ എന്തൊക്കെയോ പറയുന്നുണ്ട്. സ്നേഹത്തിന് ഭാഷയില്ലെന്നുള്ളത് അമ്മു ഓർത്തു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് രാജശ്രീയും 2-3 സ്ത്രീകളും അമ്മുവിനെ ഒരുക്കാനായി കൊണ്ടുപോയി. മഞ്ഞയും ചുവപ്പും കലർന്ന ഗുജറാത്തി വിവാഹ വേഷമായിരുന്നു അമ്മുവിന് അവർ എടുത്തു വെച്ചിരുന്നത്. അതിന് ചേരുന്ന ആഭരണങ്ങളും അണിയിച്ച് അവർ അമ്മുവിനെ രാജകുമാരിയെ പോലെ അണിയിച്ചൊരുക്കി. കണ്ണാടിയിലൂടെ സ്വന്തം രൂപം നോക്കി അമ്മു അതിശയത്തോടെ നോക്കി നിന്നുപോയി. 2-3 സ്ത്രീകൾ അമ്മുവിന് കണ്ണേറ് കിട്ടാതിരിക്കാൻ ദൃഷ്ടി ഒഴിഞ്ഞിട്ടു. അവരുടെയൊക്കെ സ്നേഹവും കരുതലും കണ്ട് അമ്മുവിന് സന്തോഷം തോന്നി. ഒരു ഗ്രാമം മുഴുവൻ ഒരുമയോടെ ചേർന്ന് തൻ്റെ വിവാഹം നടത്തുന്നു. പക്ഷേ തനിക്ക് പ്രിയപ്പെട്ടവനായ കൊച്ചേട്ടൻ്റെ അനുവാദവും അനുഗ്രഹവും സാന്നിധ്യവും ഇല്ലാതെ എങ്ങനെ ഈ വിവാഹം പൂർണ്ണമാകും? താനിതൊരു നാടകമായി കണ്ടാലും മറ്റുള്ളവർ അങ്ങനെ കാണുമോ? അജയ് പോലും യഥാർത്ഥ വിവാഹത്തിന്റെ മൂല്യമാണ് കാണുന്നത്. അന്തമില്ലാത്ത ആലോചനകളിൽ നിന്നും അമ്മു ഞെട്ടിയുണർന്നത് ഡോളിന്റെ കൊട്ട് കേട്ടാണ്. വരനെയും കൊണ്ട് വരന്റെ കൂട്ടർ വരവറിയിക്കുന്നത് സംഗീതത്തിന്റെ അകമ്പടിയോടെയാണ്. ജനാലയിലൂടെ അമ്മുവിന് പുറത്തെ സ്റ്റേജ് കാണാമായിരുന്നു. ഒരു നിമിഷം അമ്മു സ്തംഭിച്ചു നിന്നുപോയി. മുൻപ് താൻ കണ്ട സ്വപ്നം കൺമുന്നിൽ തെളിയുന്നു. വെള്ളക്കുതിരപ്പുറത്ത് വരുന്ന ഒരു രാജകുമാരൻ. അവന്റെ ഒരു കൈയിൽ നീട്ടിപ്പിടിച്ച താലിയുണ്ടായിരുന്നു. വലതു കൈയിൽ പച്ച കുത്തിയ ഒറ്റനാഗമുണ്ടായിരുന്നു. അമ്മു തല കുടഞ്ഞുകൊണ്ട് അവരെ നോക്കി. വിവാഹവേഷത്തിൽ വെള്ളക്കുതിരപ്പുറത്ത് അവൻ വരുന്നുണ്ട്. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അമ്മു അവനെ പകപ്പോടെ നോക്കി.